ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 30 വ്യാഴം 2025. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനങ്ങളുടെ തലസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ 2022-2023 പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് 18-ൽ 15-ാം സ്ഥാനമെന്ന് റിപ്പോർട്ടുകൾ. വരുമാനം മെച്ചപ്പെടുത്താനായെങ്കിലും ചെലവുകൾ ഗുണപരമല്ലെന്നും ബാധ്യതകൾ കൂടുതലാണെന്നുമെന്നാണ് നീതി ആയോഗിൻ്റെ വിലയിരുത്തൽ. 2014-15 മുതൽ 16 റാങ്കിലായിരുന്ന കേരളം ഒരു സ്ഥാനം മുന്നിലായെങ്കിലും സംസ്ഥാനങ്ങളെ 4 വിഭാഗങ്ങളായി വേർതിരിക്കുമ്പോൾ ഏറ്റവും പിന്നിലുള്ള ആസ്പിരേഷണൽ വിഭാഗത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഒഡീഷ, ചണ്ഡീഗഡ്, ഗോവ, ഝാർഖണ്ഡ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് മുന്നിൽ. ഒഡീഷയുടെ സ്കോർ 67.8 ആണ്, കേരളത്തിൻ്റെത് 25.4. പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതീവ രഹസ്യമെന്ന് പറഞ്ഞ് പുറത്തുവിട്ട ക്യാബിനറ്റ് നോട്ട് 13 ദിവസം മുമ്പ് ഗവൺമെൻറ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. അതിനൊരു രഹസ്യ സ്വഭാവമില്ലെന്നും കള്ളത്തരം പൊളിഞ്ഞാലെങ്കിലും പ്രതിപക്ഷ നേതാവിന് അല്പം ജാള്യതയാവാമെന്നും അപവാദം ഭയന്ന് പദ്ധതിയിൽ നിന്ന് മുന്നോട്ട് പോവില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രിസഭ പ്രാരംഭ അനുമതി നൽകിയ പാലക്കാട് ഇലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റിനായി ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും എടുക്കുന്നില്ലെന്നും ഇതുകൂടാതെ പ്ലാന്റിൽ 5 ഏക്കർ ഭൂമിയിൽ ജലസംഭരണി നിർമ്മിക്കുന്ന കാര്യം പ്രപ്പോസലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ബ്രൂവറി വിഷയത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിലപാടിനെതിരെ അഭിപ്രായം ഉയർന്നെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കാൻ JDS നേതൃത്വ യോഗത്തിൽ തീരുമാനം. കെ കൃഷ്ണൻകുട്ടി മാറണമെന്ന് 9 ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രിയെ മാറ്റില്ലെന്ന് മന്ത്രിമാറ്റ ചർച്ച അനുവദിക്കില്ലെന്നും മാത്യു ടി തോമസ് നിലപാടെടുത്തു. സംസ്ഥാനത്ത് 30 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 24 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ അറിയിച്ചു. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡ്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അനുമതി. ഇവർക്ക് വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണൂത്തി ക്യാമ്പസിൽ പഠനം തുടരാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന വെറ്ററിനറി സർവകലാശാലയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തുടർ പഠനത്തിന് പ്രതികളായ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കോടതി കർശന നിർദ്ദേശം നൽകി. മാധ്യമപ്രവർത്തകർ വേട്ടയാടപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ കേരള സമൂഹത്തിൽ മികച്ച സ്വീകാര്യത ലഭിക്കുന്നതായി നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മാസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച മാധ്യമ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹോമിയോ മരുന്നുകൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഹോംകോയ്ക്ക് അനുവദിച്ച സ്പിരിറ്റിൻ്റെ പെർമിറ്റ് നഷ്ടപ്പെട്ടു. 20,000 ലിറ്റർ സ്പിരിറ്റിൻ്റെ പെർമിറ്റാണ് നഷ്ടപ്പെട്ടത്. സ്പിരിറ്റ് കിട്ടായതോടെ മരുന്നുകളുടെ ഉൽപ്പാദനം സ്തംഭിച്ചു. പെർമിറ്റ് നഷ്ടപ്പെട്ട സംഭവം ഗൗരവതരമുള്ളതാണെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗുജറാത്ത് മുന്ദ്ര തുറമുഖത്ത് മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് അദാനി പോർട്സ് സൈസ് കണ്ടെയ്നർ ബിസിനസ് മേധാവി ഹരികൃഷ്ണൻ സുന്ദരം പറഞ്ഞു. വിഴിഞ്ഞം കോൺക്ലേവിൻ്റെ 2ാം ദിനത്തിൽ തുറമുഖത്തിനൊപ്പം വിഴിഞ്ഞം കേരളത്തെ ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നുവെന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്ര പുറപ്പെടുന്ന തീർത്ഥാടകരിൽ നിന്ന് വിമാനയാത്രാ ഇനത്തിൽ അധിക തുക ഈടാക്കുന്ന വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നസീം അഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന് പ്രതി ചെന്താമര കോടതിയിൽ പരിക്ക് വല്ലതും ഏറ്റിട്ടുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിലാണ് പ്രതിയുടെ ഈ പ്രതികരണം. മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലയെന്ന് സംഭവത്തിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ് പ്രതിയെന്നും തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയ സന്തോഷം പ്രതിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ജനുവരിയിലെ ഭക്ഷ്യധാന്യങ്ങൾ 2 ദിവസത്തിനകം റേഷൻ കാർഡ് ഉടമകൾ കൈപ്പറ്റണമെന്ന് മന്ത്രി GR അനിൽ. ജനുവരിയിലെ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ റേഷനുകളിലും ഉണ്ടെന്നും റേഷൻ കടകളിൽ സ്റ്റോക്കില്ലെന്നും കടകൾ കാലിയാണെന്നുള്ള ചില മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രി അറിയിച്ചു. വട്ടിയൂർക്കാവിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിൽ കത്തിക്കുത്ത് നെട്ടയത്തെ സ്വകാര്യ സ്കൂളിൻ്റെ ബസ്സിൽ വെച്ച് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. നെട്ടയം മലമുകളിൽ വെച്ചാണ് ബസ്സിനുള്ളിൽ ആക്രമണം നടന്നത്. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടനെ തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ പദ്ധതിയുമായി സർക്കാർ മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി 3 ഘട്ടങ്ങളായി നടപ്പാക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാമിൻ്റെ വിവാദ പരാമർശം ന്യായീകരിച്ച് SYS നേതാവ് അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ ഇസ്ലാമിൽ ഒരു സ്ത്രീ എങ്ങനെ ആവണമെന്നും മുസ്ലിങ്ങൾ തീരുമാനിക്കുമെന്നും അത് അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചാൽ മതിയെന്നും അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ പറഞ്ഞു.
ഫെബ്രുവരി 3 അർദ്ധരാത്രി മുതൽ ട്രാൻസ്പോർട്ടർ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ നേതൃത്വത്തിൽ KSRTC ജീവനക്കാർ ഒരു ദിവസത്തെ പണം നടത്തുമെന്ന് TDF സംസ്ഥാന പ്രസിഡന്റ് തമ്പാൻ രവി മുൻ MLA അറിയിച്ചു. KSRTC ജീവനക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് TDF സമരത്തിലേക്ക് പോകുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നിലവിൽ സർവീസ് മേഖലയിൽ അഴിച്ചുപണി. PB നൂഹ്, ശ്രീറാം വെങ്കട്ടരാമൻ, ഡോക്ടർ അദീല അബ്ദുള്ള തുടങ്ങിയ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കാണ് മാറ്റം. പുതിയ UGC കരട് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സീറോ മലബാർ സഭ പുതിയ കരട് ഭേദഗതി ന്യൂനപക്ഷ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റമാണെന്നും സഭ നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറി മുന്നിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള കൂറ്റൻ ഫ്ലക്സ് വെച്ച സംഭവത്തിൽ CPM അനുകൂല കേരള സെക്രട്ടറി എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. കൊരട്ടി സ്വദേശിയും CPM പ്രവർത്തകനുമായ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ RSS പ്രവർത്തകൻ വിനോഭായിയെ സുപ്രീംകോടതി വെറുതെ വിട്ടു. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ വീടിനുള്ള അവസരത്തിൽ കണ്ട സംഭവത്തിൽ പെൺകുട്ടി സുഹൃത്തിനെതിരെ വധശ്രമത്തിനും ബലാത്സംഗത്തിനും കേസെടുത്ത് പോലീസ് ഒളിവിലായിരുന്ന തലയോലപ്പറമ്പ് സ്വദേശി അനുവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവരുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു ആക്രമണമെന്നാണ് പ്രതിയുടെ മൊഴി. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇരിക്കൂർ ആയിപ്പുഴയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി C മുഹമ്മദ് ഷാമിലാണ് ഇന്നലെ മരിച്ചത്. ഇന്നലെ രാവിലെ ഇരിക്കൂർ ആയിപ്പുഴ പുഴക്കടവിൽ കൂട്ടുകാരൊപ്പം കുളിക്കാൻ പോയപ്പോൾ വഴുതി വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇന്ന് വിവാദനായിരുന്ന യുവാവ് ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചു. കോട്ടയം കടപ്ലാമറ്റം സ്വദേശി ജിജോ ജിൻസനാണ് MC റോഡിലെ കളിക്കാവിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ജിജോ സഞ്ചരിച്ച ബൈക്ക് ഒരു ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. യമുന നദി വൃത്തിയാക്കി അതിലെ വെള്ളം കുടിക്കുമെന്ന് ഡൽഹി വാക്ക് നൽകിയ അരവിന്ദ് കെജ്രിവാളിനെ യമുനയിലെ വെള്ളം കുടിക്കാൻ വെല്ലുവിളിച്ചു രാഹുൽ ഗാന്ധി. നീറ്റ് PG പ്രവേശനത്തിൽ താമസസ്ഥലം അടിസ്ഥാനമാക്കിയുള്ള സംവരണം തടഞ്ഞു സുപ്രീം കോടതി. സംസ്ഥാന കോട്ടയിൽ തദ്ദേശീയർ നൽകുന്ന സംവരണമാണ് തടഞ്ഞത്. ഇത്തരം സംവരണം ഭരണഘടന നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും ജസ്റ്റിസ് ഋഷികെ റോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. മഹാകുംഭമേളയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി പോലീസ്. 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ബാക്കിയുള്ള 5 പേരെ തിരിച്ചറിയാനുണ്ടെന്നും DIG YFF കൃഷ്ണ പറഞ്ഞു. മഹാകുംഭമേളയ്ക്കെത്തുന്ന ഭക്തർ സ്വയം അച്ചടക്കം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രയാഗ്രാജിലും മഹാകുംഭമേളയിൽ ഉണ്ടായ സംഭവത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുമെന്നും അപകടത്തിൽ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മോദി പറഞ്ഞു. മുത്തലാഖ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ തേടി സുപ്രീം കോടതി. പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി. ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും ഷോർട്ട് സ്കർട്ടുകൾക്കും ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.